ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കേരള അഗ്നിശമന സേന വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5-ാം തീയതി തൊട്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഒരു കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ 35ഓളം ജീവനക്കാർ അതിൽ പങ്കാളിയാവുന്നുണ്ട്. ആറ്റുകാൽ പരിസരത്തുള്ള എല്ലാ സ്റ്റാളുകളും മറ്റ് ബിൽഡിങ്ങുകളൊക്കെ പരിശോധിച്ച് മതിയായ സുരക്ഷകൾ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊങ്കാലയുടെ തലേ ദിവസം തൊട്ട് പൊങ്കാല കഴിയുന്നതുവരെയും ഏകദേശം 50ഓളം വാഹനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി സേവനം ചെയ്യുന്നുണ്ട്. മൊത്തം 5 സെക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ സെക്ടറിലും ഓരോ ഡിവിഷണൽ ഓഫീസർമാരോ അല്ലെങ്കിൽ സ്റ്റേഷൻ ഓഫീസർമാർ ചുമതലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം 450ഓളം ജീവനക്കാർ ഇതിൽ പങ്കാളിയാവുന്നുണ്ട്. ഇതിൻ്റെ മറ്റു സവിശേഷത, ഇതിൽ 35ഓളം വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സും 50ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും 50ഓളം ഹോം ഗാർഡ്സുകളും ഇതിൻ്റെ സേവനമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ വളരെയധികം ഭംഗിയെ മുന്നോട്ട് പോകുന്നുണ്ട്. 5-ാം തീയതി തൊട്ട് തന്നെ ഈ ആറ്റുകാൽ ഭഗവതിയുടെ സൗത്ത് നടയിൽ ഒരു ഫയർ എഞ്ചിനും പാർക്കിംഗ് ഏരിയയിൽ ഒരു ഫയർ എഞ്ചിനും ഒരു ആംബുലൻസും സേവനം നടത്തിയിരുന്നുണ്ട്. ഏകദേശം 15ഓളം കാളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു. ബോധം കെട്ടിടുന്ന ആൾക്കാരെ വരെ നമ്മൾ എടുത്ത് PRS ആശുപത്രിയിലും ആറ്റുകാൽ ആശുപത്രിയിലും കൊണ്ടുപോകുന്നുണ്ട്. പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ ബോധം കെട്ട് വീഴുന്ന ഒരവസ്ഥ, പുക കൂടുമ്പോൾ ബോധം കിട്ടുന്ന ഒരവസ്ഥ സംജാതമാവുന്നുണ്ട്. അതിനെല്ലാം മൈക്ക് സെറ്റ് വഴി ജാഗ്രത പുലർത്താൻ വേണ്ടി കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ തന്നെയും ഓടാതെ കിടന്ന് ഉരുളുക എന്ന ഒരു നിർദ്ദേശം പൊങ്കാല ഇടുന്നതിന് തലേദിവസം കൊണ്ട് തന്നെ മൈക്കിൽ കൂടെ അനൗൺസ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ അവർ തളർന്നു വീഴുന്നു. അപ്പോൾ പൊങ്കാല ദിവസം രാവിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ സഹായത്തോടു കൂടി സ്ട്രെച്ചർ വെച്ചിട്ട് അങ്ങനെ വീഴുന്നവരെ എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കുറേ നിർദ്ദേശങ്ങളുണ്ട്. പൊങ്കാലകൾ തമ്മിൽ അകലം പാലിക്കണം. പിന്നെ കുറച്ച് വെള്ളം അവർ തന്നെ കരുതേണ്ടതുണ്ട്. കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല പരിസരത്ത് നടത്തി വരുന്നുണ്ട്.